ജെയിംസ്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, അത് മിസൈൽ അവശിഷ്ടങ്ങൾ വന്ന് വീണതിൻ്റെതാണ്. അത് ഖത്തറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അല്പം സമയം മുൻപാണ് ഇറാൻ ഖത്തറിലെ അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ഇതിന് വേറൊരു പീസ് അങ്ങോട്ട് പോയിരുന്നല്ലോ വാർത്ത. അതായിരുന്നു ഇത് വന്ന് ഇത് വേണക്കള ഇവിടെ ചെർക്ക് ചെയ്തിട്ടുണ്ടാവുക. നമ്മളെ ബിൽഡിംഗ് ചെർക്ക് ചെയ്തെങ്കിൽ ഈ സാധനം വീണപ്പോവും. റിപ്പോർട്ടുകളിൽ കാണിക്കുന്നത് എന്തെങ്കിലും വരുന്നു എന്നുള്ള അലേർട്ട് ഒന്നും വന്നിരുന്നില്ല. അതുകൊണ്ട് അവിടെയൊക്കെ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കളുടെയൊക്കെ ഇത് വരുന്നത് മുകളിലൂടെ ഏതോ വെടിക്കെട്ട് നടത്തുന്ന രീതിയിൽ വന്ന് വീഴുന്നു എന്നുള്ള രീതിയിലാണ്. ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള വാണിംഗും ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഖത്തറും പ്രതീക്ഷിച്ചില്ല ഇതുപോലെയുള്ള അടി വരുമെന്നൊന്നും പറഞ്ഞെങ്കിലും അടിക്കുമെന്ന് ഖത്തറും വിചാരിച്ചു കാണില്ല. അവർ ജനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നില്ല. ഒരുപക്ഷെ അതിന്റെ ഒരു പ്രതികരണമായിരിക്കും ഇതാ വന്ന് വീണിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് പടക്കം പറക്കാൻ പോകുന്ന പോലെയാണ് മിസൈലിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പി ജെയിംസ്, അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഇനി ആക്രമിക്കില്ല എന്നും പ്രത്യാക്രമണം ഉണ്ടായാൽ മാത്രമേ പ്രത്യാക്രമണം ഉണ്ടായാൽ അതിന്റെ ഫലം വലിയ വിനാശമായിരിക്കുമെന്നാണ് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇപ്പോൾ അമേരിക്കൻ ക്യാമ്പുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്ന സാഹചര്യത്തിൽ ഇനി ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്താൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് കരുതാം? തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കുന്നിടത്തോളം ഇത് വളരെ ഇതായിട്ടുള്ള എന്താ പറയുക, വളരെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന ഒരു സംഭവവാസങ്ങളാണ്. ട്രംപ് വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ട്രംപ് ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. ലൂയി 14th എന്ന രാജാവ് പറഞ്ഞ പോലെ ഐ ആം ദ സ്റ്റേറ്റ്, അമേരിക്കയെ തൊടാൻ ആരാ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം നടന്നാൽ ട്രംപ് ഇറങ്ങും. ട്രംപ് ഇതുപോലെ ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിഗുരുതരമായ തിരിച്ചടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ അമേരിക്ക കൂടി ഈ ഇതിലെ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ, നമ്മൾ 1941 പേൾ ഹാർബറിൽ കയറി ജപ്പാൻ ആക്രമിച്ചപ്പോഴാണ് അമേരിക്ക യുദ്ധത്തിലിറങ്ങിയത്. അതുപോലെയുള്ള ഒരു തരത്തിലേക്ക് എത്താതിരിക്കട്ടെ. പക്ഷേ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പ്രവിധ.